നമസ്കാരം, ഇത് സരിയു സാക്ഷി ഓഫ് സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പണിയില്ലാണ്ട് വീട്ടിലിരിക്കുന്ന ഒരു ദിവസമാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറേ നാളുകളായിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. സ്റ്റിൽ ഇന്നും ഒരു ജോലിയും ഇല്ല, പുറത്ത് നല്ലൊരു മഴയൊക്കെയാണ്. മഴയ്ക്കും ഇപ്പോൾ നേരവും കാലം ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുന്ന ദിവസമാണ്. സോ ഇന്ന് ഞാനൊരു കുറച്ച് സാക്ഷി ഓഫ് സ്റ്റോറീസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. റെഡി? വൺസ് അഗെയിൻ വെൽക്കം ടു സരിയു സാക്ഷി ഓഫ് സ്റ്റോറീസ്. ഇന്ന് ഞാൻ എന്താ കാണിക്കാൻ പോണെന്നറിയോ? ഈ പെട്ടിയാണ് ഞാൻ ഇന്ന് തുറക്കാൻ പോകുന്നത്. പണ്ടൊക്കെ ഇങ്ങനത്തെ പെട്ടി അല്ലെങ്കിൽ സൂട്ട് കേസ് ഒരു ഫാഷൻ ആയിരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഉള്ള ഒരു സൂട്ട് കേസാണ്. അച്ഛൻ്റെ സൂട്ട് കേസായിരുന്നു, അത് ഞാൻ എടുത്തു. ഞാനിത് NCCയുടെ ക്യാമ്പുകൾക്കൊക്കെ ഇതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, ഇങ്ങനത്തെ സൂട്ട് കേസ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ആയിട്ട്. സോ ആ ഒരു സൂട്ട് കേസാണ് ഇത്. ഇനി ഞാൻ തുറന്നിട്ട് അതിനോടൊപ്പം ബാക്കി കാര്യങ്ങളും പറയാം. എനിക്ക് പണ്ട് അമ്മയൊക്കെ പറയുന്ന ആക്രിപ്പണിയാണ്. അതായത് കുറേ സാധനങ്ങൾ ഇങ്ങനെ കിട്ടുന്നതൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലൊക്കെ ഒരുപക്ഷെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണത്. കുറേ കച്ചറ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന ഒരു സ്വഭാവം, മിഠായി, കടലാസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം ഞാൻ ഡംപ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഡംപ് ചെയ്തിരുന്ന ഒരു സൂട്ട് കേസാണ് ഇത്. ആക്ച്വലി അതിന് മുമ്പ് ഞാൻ വേറെ സൂട്ട് കേസിലായിരുന്നു സാധനങ്ങൾ ഇട്ടിരുന്നത്. അതിൽ നിന്ന് ഇതിലോട്ട് മാറ്റി, ആ സൂട്ട് കേസ് പൊട്ടിപ്പോയി. അപ്പോൾ അതിൽ നിന്ന് ഇതിലോട്ട് മാറ്റിയപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അയ്യേന്ന് തോന്നി ചില സാധനങ്ങളൊക്കെ ഞാൻ കളഞ്ഞു വന്ന്. ഇത് മാറ്റിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6-7 വർഷമായിട്ടോ. അന്ന് ഇതൊക്കെ മാറ്റി കുറേ സാധനങ്ങളൊക്കെ. സ്റ്റിൽ കുറേ ബാക്കിയുള്ള കുട്ടി സാധനങ്ങളാണ് ഇത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പറഞ്ഞ പോലെ കുറെ മിഠായി, കടലാസ്, കുറെ ഈ ഒട്ടിക്കുന്ന സാധനങ്ങളുണ്ട്, വെള്ളം നനച്ചാൽ വരുന്ന ടാറ്റു, അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ ഞാൻ അന്ന് മാറ്റി. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് ഇത് നോക്കും, കുറേ എന്താ പറയുക, ഗ്രീറ്റിംഗ് കാർഡ്സ്. ബർത്ത്ഡേക്കും ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ചിത്ര തന്നതാണ്. ചിത്ര എൻ്റെ ബർത്ത്ഡേക്ക് തന്നൊരു കാർഡാണ്. ചിത്ര ഇപ്പം മാംഗ്ലൂരാണ്. ഇതെല്ലാം അങ്ങനെ എൻ്റെ ബർത്ത്ഡേക്ക് ഇത് തന്നിട്ടുള്ളത്. ഇത് ബർത്ത്ഡേ കാർഡാണ്. ഇതാരാ? ഇത് അവള് തന്നെയാന്ന് തോന്നുന്നത്. ഇത് പേരില്ല, ആരാന്നറിയില്ല. സോ അന്നൊക്കെ ഒരു ഏറ്റവും കൂടുതലുണ്ടായിരുന്ന പരിപാടിയാണ് ക്രിസ്മസിന് കാർഡ്, ന്യൂ ഇയറിന് കാർഡ്, തുറന്നാലിങ്ങനെ ലെയറായിട്ട് വരുന്ന കാർഡുകൾ, മ്യൂസിക്കുള്ള കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആ കാലഘട്ടത്തെ കുറേ ഇതെല്ലാം ബർത്ത്ഡേ കാർഡ്സാണ്. ഇതേപോലെ ക്രിസ്മസ്, ന്യൂ ഇയർ കാർഡ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ആരാണ്? ഇത് ഒലീന. ഞങ്ങൾ 8th, 9th, 10th ഒരുമിച്ച് പഠിച്ച കുട്ടിയാണ്. ഫ്രണ്ട്സാണ്. യൂത ലെറ്ററൊക്കെ ഉണ്ട്, അന്ന് എഴുതിയ ലെറ്ററൊക്കെ. ഇതിപ്പോൾ ഏകദേശം ഒരു 15 വർഷമായിട്ടുള്ള കാർഡാണ് കേട്ടോ. ഒലീനയും ഞാനും അന്ന് സ്കൂളിൽ നാടകത്തിൽ റോമിയോയും ജൂലിയറ്റുമായിട്ട് അഭിനയിച്ച ആൾക്കാരാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള കത്തൊക്കെ ഉണ്ട് ഇതിൽ. സോ അങ്ങനെയുള്ള കുറേ കാർഡ്സ്. ഇത് ലെറ്ററാണ്. ഇത് ഫുൾ ലെറ്റേഴ്സാണ്. ഇത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, NCCയിൽ പോയപ്പോൾ ഞാൻ പരിചയപ്പെട്ടൊരു കുട്ടിയാണ്, നാൻസി എന്ന് പറഞ്ഞു. നാൻസി ആന്ധ്രാപ്രദേശുകാരിയാണ്. അപ്പോൾ അന്ന് ഞാൻ കേരളനെ റെപ്രസെൻറ്റ് ചെയ്ത്, പുള്ളിക്കാരി ആന്ധ്രാപ്രദേശിനെ റെപ്രസെൻറ്റ് ചെയ്ത് വന്നതാണ്. അവിടെ ഞങ്ങൾ പരിചയപ്പെട്ട് ഫ്രണ്ട്സ് ആയിരുന്നു. സോ ആ ഒരു ടൈമിൽ ഞങ്ങൾ ഒരുപാട് കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കായിരുന്നു. സോ ഈ കത്തുകളിലൊക്കെ ആന്ധ്രാപ്രദേശിൻ്റെ വിശേഷങ്ങളാണ്. പിന്നെ ചെറിയ രീതിയിൽ ഇതിലൂടെ തെലുങ്ക് പഠിപ്പിക്കുമായിരുന്നു, ഞാൻ മലയാളം പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇതും കത്തുകളാണ്. ഇത് NCCയിൽ തന്നെ ഞാൻ പരിചയപ്പെട്ട ഒരു രൂപേഷ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. ഞങ്ങൾ ഭയങ്കര അടുപ്പമായിരുന്നു അന്നല്ല, ഇന്നും അതെ. അപ്പോൾ എൻ്റെ സ്വന്തം ഏട്ടനെ പോലെയാണ് എനിക്ക് രൂപേഷ് ഏട്ടനും അതേപോലെ തന്നെ ഗുരുവായൂരുള്ള ശ്യാമേട്ടനും. രണ്ടുപേരും ഇക്കൂലി എനിക്ക് എൻ്റെ സ്വന്തം ഏട്ടന്മാരെ പോലെയാണ്. അപ്പം അങ്ങനെ അന്ന് ആ ഇടയ്ക്ക് രൂപേഷ് ഏട്ടൻ ഇതേപോലെ ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോഴുള്ള സമയങ്ങളിൽ കത്തയക്കും. അത് കഴിഞ്ഞിട്ടും 2 വർഷത്തോളം അല്ല 1.5 വർഷത്തോളമൊക്കെയാണ് ക്യാമ്പുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പോകുമ്പോഴും എനിക്ക് കത്തുകൾ അയക്കുമായിരുന്നു. ആ കത്തുകളാണ് ഇത് മുഴുവൻ. മാഗസിൻ ഉണ്ട്, നാനോ മാഗസിൻ. അതിൽ എന്താണ് എൻ്റെ എന്തോ ഇൻ്റർവ്യൂ, ഫിലിമിൻ്റെ എന്തോ ന്യൂസും ഉണ്ട്. അത് വന്ന സംഭവം എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നോക്കട്ടെ. നാടകമേ ഉലക, ഞാൻ ചെയ്ത സിനിമയുടെ റിപ്പോർട്ട്.
ഇതൊക്കെ അച്ഛൻ കളക്ട് ചെയ്ത് വെക്കുന്നതായിരുന്നു കേട്ടോ. ആക്ച്വലി അച്ഛൻ മരിച്ചതിന് ശേഷം ഞാനിങ്ങനത്തെ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ എൻ്റെ ഇൻ്റർവ്യൂസോ റിട്ടേൺ ഇൻ്റർവ്യൂസോ ഒന്നും എടുത്ത് വെക്കാറൊന്നുമില്ല. ഇതൊക്കെ അച്ഛൻ കളക്ട് ചെയ്ത് വെച്ചിരുന്ന കാര്യമാണ്. അന്നത്തെ ഇൻ്റർവ്യൂ അല്ല റിപ്പോർട്ട്, ആ മൂവിനെ കുറിച്ചുള്ള റിപ്പോർട്ട്. ഇത് മാതൃഭൂമി ആരോഗ്യ മാസികയുടെ കവർ വന്നത് 2015 അത്രയായിരുന്നു. ഇത് കന്യകയുടെ കവർ. ഞാൻ അശ്വതി, ധന്യ ചേച്ചി, ധന്യ മേരി വർഗീസ്. കുറേ മാഗസിൻസ്, ഇതെല്ലാം അങ്ങനെ കവറുകൾ വന്നിട്ടുള്ള മാഗസിൻസ് ആണ്. കവറുകൾ മനോരമ 2010 ക്രിസ്മസ് പതിപ്പ്. മാഗസിൻസ് അങ്ങനെ കവറുകൾ വന്ന കുറേ മാഗസിൻസ് ഉണ്ട് കേട്ടോ. അത് ആരോഗ്യ മാസിക, അതായത് അങ്ങനെയുള്ള കുറേ കവറുകൾ വന്ന സംഭവമൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് ഇത് എവിടുന്നോ മേടിച്ചൊരു കുഞ്ഞി ചെപ്പാണ്. അതെനിക്ക് ആരും ഗിഫ്റ്റ് തന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു അപ്പൂപ്പൻ താടി ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇങ്ങനെയായി. കുറേ മഞ്ചാടിക്കുരു, ഒരു കുഞ്ഞി കൃഷ്ണൻ. സത്യം പറഞ്ഞത് ആരാ തന്നേന്ന് ഓർമ്മയില്ല. മഞ്ചാടിക്കുരു ഞാൻ എവിടുന്നോ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. എവിടെയോ പോയ സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്തതാണ്. ഇതാരും ഗിഫ്റ്റ് തന്നാണ് കേട്ടോ. ഓർമ്മ വന്നു. ഇതെനിക്ക് ഫോർട്ട് കൊച്ചിയിലുള്ള മഹേഷ് ഏട്ടൻ തന്ന ഗിഫ്റ്റാണ്. ആക്ച്വലി ഞാൻ മഹേഷ് ഏട്ടൻ ഡയറക്റ്റ് ചെയ്ത ഒരു ആൽബത്തിൽ അഭിനയിച്ചിരുന്നു. അപ്പോൾ ആ ആൽബത്തിലൊരു കുഞ്ഞു പ്രോപ്പർട്ടിയാണ് ഈ കൃഷ്ണൻ. അങ്ങനെ അവിടുന്ന് അത് കഴിഞ്ഞിട്ട് ആൽബം കഴിഞ്ഞ് പോന്നപ്പോൾ തന്ന ഗിഫ്റ്റാണ് ഇത്. ഓക്കെ, ഓർമ്മ വന്നു. ഇനിയുള്ളത് എന്തൊക്കെയോ പേപ്പർ കട്ടിങ് അല്ലേ, നോക്കട്ടെ എന്താ സംഭവം നോക്കട്ടെ. ഇതൊക്കെ എന്താണെന്നറിയോ, സ്കൂളിൽ പൂക്കള മത്സരത്തിന് ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് വെക്കുന്നതാണ്. അന്നത്തെ മറ്റേ വനിതയിലും ഗൃഹലക്ഷ്മിയിലൊക്കെ വരുന്ന പൂക്കളത്തിൻ്റെ ഡിസൈൻസ്. ഇത് നോക്കിയിട്ട് വേണം നമുക്ക് കോമ്പറ്റീഷന് പൂക്കളം ഇടാനായിട്ട്. അതൊന്ന് ഇതെന്താ സംഭവം. അയ്യോ, ഇത് ഞങ്ങൾക്ക് ഞാൻ പഠിച്ചത് എറണാകുളം ഗവൺമെൻറ് ഗേൾസ് ഹൈ സ്കൂളിലാണ്. അവിടെ തിരുവാതിരയ്ക്ക് പ്രൈസ് കിട്ടിയപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിൽ തിരുവാതിരയ്ക്ക് പ്രൈസ് കിട്ടിയപ്പോൾ അതിൻ്റെ ഫോട്ടോ, അതിൻ്റെ മിക്കവാറും വേറെ ഫോട്ടോസും ഉണ്ടാവും കേട്ടോ. ഇതാ തിരുവാതിര കുറേ സ്റ്റേജസിൽ ചെയ്തിട്ടുള്ളതാണ്. അന്നത്തേക്ക് ഒരു കോമ്പറ്റീഷന് മെയിൻ ഐറ്റമായിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ തിരുവാതിര. ജയലക്ഷ്മി ടീച്ചറാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ സ്കൂളിലെ മ്യൂസിക് ടീച്ചറാണ് ജയലക്ഷ്മി ടീച്ചർ. പക്ഷെ ജയലക്ഷ്മി ടീച്ചറാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നതൊക്കെ. തിരുവാതിര ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ടീച്ചർ. പക്ഷെ അതിൻ്റെ ഗുണമായിരുന്നു ചെന്നിട്ടുള്ള എല്ലാ വേദികളിലുമുള്ള വിജയം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ഒരു ഫോട്ടോ ഒക്കെ പേപ്പറിൽ വരികയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് സ്കൂളിൻ്റെ പേര് കാണാന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. ഈ മാഗസിൻസ് ഒക്കെ എൻ്റെ എന്തോ ഇൻ്റർവ്യൂ, ലൊക്കേഷൻ റിപ്പോർട്ടോ ഒക്കെ ഉള്ള സംഭവമാണ്. പിന്നെ ഉള്ളത് ഇങ്ങനെ മാഗസിൻസ് എല്ലാം കാണിക്കാത്തതാണ്, എല്ലാം ഇൻ്റർവ്യൂസാണ്. ഓക്കെ, ഇതാ ഈ ഫോട്ടോ ഉണ്ടോ നിങ്ങൾ? മംഗളത്തിൽ വന്ന കവറാണ്. ആക്ച്വലി ഇത് 2008 കിടക്കുന്നത്. പക്ഷേ ഈ സീരീസ് ഇതിൻ്റെ ഒപ്പം എടുത്ത ഒരു സ്റ്റില്ല്, ഇത് അനീഷ് ഉപാസന എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർ. ഇപ്പോൾ അദ്ദേഹം ഡയറക്ടറാണ്, സിനിമാറ്റോഗ്രാഫറാണ്. അദ്ദേഹം അന്ന് എടുത്ത ഒരു കവറാണ്. ഇതിൻ്റെ ഒരു 2 years ബാക്ക് ഇതേപോലെ അദ്ദേഹം എടുത്തൊരു കവറുണ്ട്. ആ കവർ കണ്ടിട്ടാണ് ഫസ്റ്റ് എന്നെ ഒരു സീരിയലിലേക്ക് സെലക്ട് ചെയ്തത്. അങ്ങനെയാണ് നമ്മുടെ യാത്രയുടെ തുടക്കം. അപ്പം ഇങ്ങനെ വന്നിട്ടുള്ളൊരു ഫസ്റ്റ് ഇതേപോലെ ഈ ഒരു സീരീസിൽ ഒരുമിച്ച് എടുത്തൊരു കവർ കണ്ടിട്ടാണ് ഫസ്റ്റ് എന്നെ മനപ്പുരുത്തം എന്ന് പറഞ്ഞ സീരിയലിലേക്ക് സെലക്ട് ചെയ്തത്. മംഗളത്തിൻ്റെയോ മനോരമയുടെയോ കവർ കണ്ടിട്ട്. ഇത് ഫുള്ള് എന്താണെന്നറിയോ, ഫോറിൻ കറൻസി, ഐ മീൻ അതിൻ്റെ കോയിൻസാണ്, വിദേശ നാണയങ്ങളാണ്. ഇത് അന്നത്തെ ഒരു കളക്ഷനായിരുന്നു. ആരെങ്കിലും വിദേശത്ത് നിന്ന് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട കാര്യം ഇതാണ്, കറൻസി കോയിൻ കിട്ടുമോ, കളക്ഷൻ ഉണ്ടെന്ന് പറയാം. ഇത് ചാർട്ടിലൊക്കെ ഒട്ടിച്ച് ഇത് ഏത് രാജ്യത്തെയാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചാർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അയ്യോ, അതിനുള്ള കോയിൻസാണ്. കണ്ടു കാണില്ല കേട്ടോ, സോറി. അങ്ങനെ കുറേ നാടുകളിലെ കോയിൻസ് ഉണ്ട് ഇതിൽ. ഇന്നത്തെ കളക്ഷൻ. ഇനിയുള്ളത് 99 ഡയറി.
പക്ഷേ ഞാൻ പറഞ്ഞ കൈൻഡ് ഓഫ് ടാറ്റു അന്നത്തെ സ്ഥിരം സംഭവമായിരുന്നു. ഇതിങ്ങനെ കയ്യിലൊട്ടിച്ച് വെള്ളം തേച്ച് നടക്കുന്നത്. പിന്നെ അത് 2 ദിവസം കഴിയുമ്പോൾ പൂളിൻ്റെ ആകെ വികൃതവും അതേപോലത്തെ ഒരു ടാറ്റു. ഒരു സാധനം നോക്കി ഇതൊക്കെ കുറേ ഉണ്ടായിരുന്നു കയ്യിലൊക്കെ, പക്ഷെ കളഞ്ഞു. ഈ മയിൽപ്പീലിപ്പൂണ്ട് ഇതൊക്കെ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കാണറിയാം. കുറേയൊക്കെ ഈ കാർഡ്സിലൊക്കെ വേർഡിങ്ങൊക്കെ കോപ്പി ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിനാണോ എന്തോ 2 വരി കവിതകളൊക്കെ ഉണ്ട് കുറേ. വീണ്ടും ഒരു ടാറ്റു. ഇതിൻ്റെയൊക്കെ എത്ര കളക്ഷൻ ഉണ്ടായിരുന്നെന്നറിയോ? എന്ത് സമ്പാദ്യമായിരുന്നെന്നറിയോ എൻ്റെ കയ്യിൽ? പല കളറുകളിൽ ഒരു അപ്പം അത് കഴിഞ്ഞു. ഡാഡി ഇങ്ങനെയുള്ളത് ഇത് പഴയൊരു ആൽബം. പക്ഷെ ഇതിൽ എനിക്കൊന്നു മോശമായ പടങ്ങളൊക്കെ ഇട്ട് വെച്ചിരുന്ന ഒരു ആൽബം. നല്ലതല്ലാത്തൊക്കെ മാറ്റിയെടുത്ത് വീഗാലാൻഡിൽ ടൂർ പോയി. വീഗാലാൻഡിൽ ടൂർ പോയി. വീഗാലാൻഡൊക്കെ ബൈഹാർട്ടായിരുന്നു ആ സമയത്ത്. എന്ത് വന്നാലും ടൂറ് വീഗാലാൻഡ്. എല്ലാം അങ്ങനത്തെ അത്ര ക്ലിയർ അല്ലാത്ത ഫോട്ടോസൊക്കെ മാറ്റി വെച്ചായിരുന്നു ആൽബം. അന്നത്തെ ഫാഷൻ ഷോ സ്കൂളിലെ. എൻ്റെ ഫസ്റ്റ് ഫാഷൻ ഷോയാണ് ഈ കാണുന്നത്. മേക്കപ്പ്, ഹെയർ എല്ലാം ഞാൻ തന്നെയാണ്. കൂടെ ഉള്ളത് ഗീത് വാൻ സണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. ആളിപ്പോൾ ഓസ്ട്രേലിയയിലാണ്. ഇത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് നായികയായ കപ്പൽ മുതലാളി സിനിമയുടെ റിപ്പോർട്ട്. ആദ്യമായിട്ട് നായികയായിട്ടുള്ള സിനിമയുടെ റിപ്പോർട്ടൊക്കെ പേപ്പറിൽ വന്നത് അതൊക്കെ അച്ഛൻ കളക്ട് ചെയ്ത് വെച്ചതാണ്. 2009 സെപ്റ്റംബർ. ഈ പേപ്പറുകളൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും റിപ്പോർട്ടുകളായിരിക്കും കേട്ടോ. അന്നത്തെ ക്യാപ്ഷൻസ് ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ കുട്ടികളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ നല്ല ഫോട്ടോസൊക്കെ കണ്ടാൽ ഇതെല്ലാം ഞാൻ വനിതയെന്നും ഗൃഹലക്ഷ്മിന്നും ഒക്കെ കട്ട് ചെയ്യും. എന്നിട്ട് അതെല്ലാം ഇങ്ങനെ ഓരോ പേപ്പേഴ്സിൽ ഒട്ടിച്ചിട്ട് ഞാനതിൽ ഓരോ ക്യാപ്ഷൻസ് ഒക്കെ എഴുതും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ മുമ്പുള്ള ക്യാപ്ഷൻ റൈറ്റിംഗ്. വീണ്ടും എന്തോ ഒരു ഫയലില് മഹാരാജാസിൻ്റെ കലോത്സവ സമയം മുഴുവൻ അതിൻ്റെ റിപ്പോർട്ടുകളായിരിക്കും. ഓണം, മഹാരാജാസ് ഓണം, മഹാരാജാസ് സംഘനൃത്തത്തിന് 1ാം സമ്മാനം നേടിയ മഹാരാജാസ്. ഇതെല്ലാം മഹാരാജാസ്. മണവാട്ടി, ഒപ്പന. രണ്ടായിരത്തി ഏഴ് അപ്പോൾ ഫസ്റ്റ് ഇയർ. നെയിം സ്ലിപ്പുകൾ, വീഗാലാൻഡിൽ പോകുമ്പോൾ കിട്ടുന്ന നെയിം സ്ലിപ്പുകൾ. പിന്നെ എന്താ സംഭവം? ഇത് ഞാൻ ചെയ്ത അഴകൊത്ത മൈന എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പോസ്റ്റർ. എനിക്കൊന്നും ഇത് അവിടെ തന്നെ ഉപയോഗിച്ച പ്രോപ്പർട്ടിയാന്ന് തോന്നുന്നുണ്ട്. മനോജ് വിനോദ് എന്ന് പറഞ്ഞിട്ട് ഓർക്കുട്ട് എന്ന സിനിമ ചെയ്ത മനോജേട്ടനും വിനോദേട്ടനുമാണ് ഡയറക്റ്റ് ചെയ്തത്. ഉസ്മാൻ നമ്മുടെ ഗോകുലേട്ടൻ ഉസ്മാനായിട്ട് വന്നിട്ടുള്ള ആൽബം, അതിൻ്റെ ഒരു പോസ്റ്റർ. കിറ്റ്കാറ്റിന്റെ കവർ ചെയ്തോ, ബർത്ത്ഡേക്ക് ചെയ്തോ, ഫ്രണ്ട് തന്നോ. എനിക്ക് കുറച്ചധികം വട്ടായിരുന്നു എനിക്ക് സംശയമുണ്ട്. എന്താണല്ലേ, ഞാനിതിൻ്റെ മാഗസിൻസ് എല്ലാം കവറുകൾ വന്നൊക്കെ കാണിക്കാത്തത്. ഫസ്റ്റ് ആൽബത്തിൻ്റെ പോസ്റ്റർ അന്ന് ഓട്ടോകളിലൊക്കെ വെച്ചിരുന്ന പോസ്റ്ററാണ് ഇത്. എനിക്കിപ്പോഴും ഈ ആൽബം ഇഷ്ടമാണ്. ഈ ആൽബത്തിൻ്റെ ലിറിക്സ്, വീഡിയോസ് ഒക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജുകൾ വരാറുണ്ട്. സോ അന്ന് ഓട്ടോകളിലും മറ്റേ നമ്മുടെ CD ഷോപ്പുകളിലും ഒക്കെ വെക്കാനായിട്ടുള്ള പോസ്റ്ററാണ് പൂജയുള്ളപ്പോൾ എനിക്കുണ്ട്. പത്മസൂര്യ. ഇതൊരു സിനിമയുടെ പൂജ. അന്നൊക്കെ സിനിമകളുടെ പൂജയ്ക്കൊക്കെ കത്തുകളൊക്കെ, ഐ മീൻ ലെറ്റേഴ്സ് ആയിരിക്കും, ഇൻവിറ്റേഷൻ ലെറ്റേഴ്സൊക്കെ. ഇന്നിപ്പോൾ വാട്സപ്പിലാണല്ലോ വരും, അന്നെല്ലാം ഇൻവിറ്റേഷൻ ലെറ്റേഴ്സൊക്കെ വരും. അങ്ങനത്തെ ലെറ്റേഴ്സാണ് അതൊക്കെ.
നെയിം സ്ലിപ്പ്, വീഗാലാൻഡ് നെയിം സ്ലിപ്പ്. ആൻസർ പേപ്പർ ഹിന്ദി 80-ല് 54. ഈശ്വര, ഹിന്ദി എനിക്ക് അതൊന്നും വലിയ താല്പര്യമില്ലാത്ത സംഭവമായിരുന്നു കേട്ടോ. എനിക്ക് 8ാം ക്ലാസ് വരെ കഥ എഴുതുമ്പോൾ ശീർഷകത്തിന് ആവശ്യമുണ്ടെന്നൊക്കെ ടീച്ചർ എഴുതി നോട്ട് ചെയ്തൊക്കെ കിട്ടുന്നത്. കഥയൊക്കെ എഴുതി, തലക്കെട്ടില്ല കഥയ്ക്ക്. അപ്പോൾ 8ാം ക്ലാസ് വരെ ഹിന്ദി ഭയങ്കര പാടായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ സിനിമകളൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴാണ് അത്യാവശ്യം പിടിച്ചു നിൽക്കുക എന്നുള്ള വകുപ്പായത്. ഈ വേറൊരു ആൻസർ പേപ്പർ ഇംഗ്ലീഷിന് 69. ക്ലാസ് ഹയസ്റ്റ് 69 ആയിരുന്നോ ക്ലാസ് ഹയസ്റ്റ് ആക്കി? എല്ലാം ടീച്ചർ തിരുത്തി പോയിട്ടുണ്ട്. എൻ്റെ ഇതൊക്കെ എന്താ ചാർത്തൊക്കെ വരച്ച് പഠിച്ചെന്താണെന്ന് ഇപ്പോൾ ആലോചിച്ച് നോക്കിയിട്ടൊന്നും കിട്ടിയിട്ടില്ല. മംഗളത്തിൻ്റെ മറ്റൊരു കവറ് എന്നിട്ട് വന്ന് 2009 വന്ന കവർ. ഏത് ക്ലാസ്സാണെന്ന് അറിയില്ല കേട്ടോ. Chapter 1 Colors of Light, Composite Light. Chapter 2 Motion. Chapter 3 Force, Gravitation. ഇത് ക്ലാസ്സാണെന്ന് ഓർമ്മയില്ല. സ്കൂൾ ഡയറി 2006-2008 സ്കൂൾ ഡയറി. അന്നത്തെ സ്റ്റുഡൻസ് ഐഡൻറ്റിറ്റി കാർഡ്. ഞാൻ ഇന്നും അടിയായിരുന്നു കേട്ടോ ബസ്സിൽ ST കിട്ടാനായിട്ട്. അയ്യോ, പ്ലസ് 2 സമയത്തെ കാർഡ്. കമല സുരയ്യ, മാധവിക്കുട്ടിയമ്മ മരിച്ച അന്നത്തെ പേപ്പർ. ഒരു ആരാധികയാണ്. ജൂണിലാണ് 2009 ജൂൺ 1 അന്നത്തെ പേപ്പർ. കാർഡുകൾ എൻ്റെ ഒരു ഫ്രണ്ടാണ്, ചേച്ചിയുടെ കവറ് മംഗളത്തിൽ വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അന്ന് എടുത്ത് വെച്ചത്. രമ്യ എന്ന് പറഞ്ഞ ചേച്ചി ഇപ്പോൾ US-ലാണ്. എനിക്ക് അന്നും അറിയില്ല ഇന്നും അറിയാത്ത സാറ് കാണിച്ചേട്ടെ. ചെറിയൊരു മോഹൻ ടേബിൾ 4A സെയിൻറ്റ് ആൻ്റണീസ്. ഇതാണോ ഞാൻ നേരത്തെ പറഞ്ഞ ടാറ്റു. അന്ന് ബുക്കുകളെല്ലാം ബുക്കുകളുടെ കയ്യിലൊക്കെ ഈ സാധനമാണ് ടാറ്റു. 24 വരെ. ഇത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അന്ന് അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ എഴുതും. ആവശ്യമാണെന്ന് അറിയോ, നമ്മൾ 8ലാണെങ്കിൽ 9ലുള്ളവരുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കളക്ട് ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് നോക്കിയൊക്കെ പഠിക്കും അടുത്ത വർഷത്തേക്കൊക്കെ. അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളുടെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും കളയില്ല എക്സാം കഴിഞ്ഞാലും. അതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് നമ്മൾ വെക്കും. എന്തിനാണോ എന്തോ, പക്ഷെ അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണിത് മുഴുവൻ. ഇത് നോക്കി നമ്മുടെ റാഫി മെക്കാട്ടൻ ഉണ്ടല്ലോ ഡയറക്ടേഴ്സ്, അതിൽ മെക്കാട്ടൻ സാറിൻ്റെ സൈനാണ്. ഞാനൊരു 4-5 പഠിക്കുമ്പോൾ എറണാകുളം കലാഭവനിലാണ് ഡാൻസ് പഠിച്ചിരുന്നത്. അപ്പോൾ അന്ന് കലാഭവനിൽ ഡാൻസ് പഠിക്കാൻ പോകുമ്പോൾ അവിടെ ഇങ്ങനെ അന്ന് സിനിമ സ്റ്റാർസും കലാഭവനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ വരുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടി തള്ളി പോകുന്നു കാണും. ഇവരൊക്കെ ജയറാമേട്ടൻ, ലാലേട്ടൻ, ദിലീപേട്ടൻ, മണിച്ചേട്ടൻ, ഇവരൊക്കെ അവിടെ വന്നിട്ടുള്ളൊരു ഓർമ്മയുണ്ട് എനിക്ക്. പിന്നെ ഡയറക്ടേഴ്സും ഇങ്ങനെ ആരൊക്കെയോ വരും. അപ്പം അന്ന് മെക്കാട്ടൻ സാർ അവിടെ വന്നപ്പോൾ ഞാൻ പോയി മേടിച്ച ഒപ്പാണ്. ഞാനൊരു 5 പഠിക്കുമ്പോൾ 5 പഠിക്കുന്ന സമയത്ത്. സോ ഇതാണ് ഞാൻ പറഞ്ഞ സാഷേ ഓഫ് സ്റ്റോറീസ്. ലിറ്ററലി ഞാനിപ്പോൾ ഇത്ര സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കുറേ കാര്യങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ
സാധനത്തിന്റെ കൂടെ ഒരു കണക്ഷൻ, ഒരു മെമ്മറി ഉണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് ഓടിച്ച് പറഞ്ഞതാണ് സാധനങ്ങളൊക്കെ. ഇതെല്ലാം ഓരോന്നിന്റെയും കൂടെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. എനിക്കറിയാം ഇതുപോലെയൊക്കെയുള്ള കളക്ഷൻ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവും എന്നുള്ളത്. ഇത് ഒരുപാടായിരുന്നു കേട്ടോ. ഒരു പരിധി കഴിഞ്ഞപ്പോൾ അമ്മ അച്ഛനൊക്കെ ഇടപെട്ട് തുടങ്ങി നിർത്താനായിട്ട്. അതായത് ഇത് അവിടെ ഇവിടെ ഇടാൻ വേണ്ടിയിട്ടാണ് ഒരു സൂട്ട് കേസ് തന്നത്. അതിങ്ങനെ നിറഞ്ഞു, 2 സൂട്ട് കേസായി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ സാധനങ്ങളൊക്കെ കളഞ്ഞു. അപ്പൊ ഇത്രയൊക്കെയാണ് ബാക്കിയുള്ള 2 സാധനങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ 1ാം ക്ലാസ്സിലെ ഒരു ആൻസർ പേപ്പർ ഉണ്ടായിരുന്നു, അത് കാണാനില്ല. 1ാം ക്ലാസ്സിലേക്ക് അതായത് ക്വസ്റ്റ്യൻ അതിൽ തന്നെ ഉണ്ടാവും, ഫില്ല് ചെയ്താൽ മതി ആൻസർ. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്ലസ് ആൻസർ പേപ്പർ ഉണ്ടാവും, പക്ഷെ അതിപ്പോൾ കാണാനില്ല. അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കാൻ. ഇതിൻ്റെ ഒരു വേറെ വേർഷൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പോൾ വേറെ രീതിയിലാണ് പോകുന്ന സ്ഥലങ്ങളിലെ ടിക്കറ്റിൻ്റെ ഇത്, അവിടുത്തെ ഓരോ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, അങ്ങനെയുള്ള ഓരോന്ന് കളക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ആക്രി കച്ചവടം വന്നുകൊണ്ട് ഇന്നും ഉണ്ട്. അപ്പൊ ഇന്ന് ഈ ഒരു പഴയ സ്റ്റൈൽ അല്ലെ പഴയ ആക്രി കച്ചവടമാണ് ഞാൻ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചത്. കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറേയൊക്കെ നിങ്ങളുടെ ചില ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുകൊണ്ട് വീണ്ടും അതെനിക്കമ്മ മരിച്ചെന്നൊക്കെ കേൾക്കണം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണാം, കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതുപോലത്തെ എൻ്റെ ഭ്രാന്തൻ ചിന്തകളും കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ സരിയു സാക്ഷി ഓഫ് സ്റ്റോറി സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ വേണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ആൻഡ് ബെൽ ഐക്കൺ അമർത്തണം. സോ അപ്പോൾ ഞാൻ മുടങ്ങാതെ ഇത്രയുള്ള കുറേ ചിന്തകളും മറ്റുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ എത്തുന്നതാണ്. നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.